എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ നിഫ്റ്റി ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു 22,000 22,200 ആ ലെവലിൽ നിഫ്റ്റി എത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ലേറ്റസ്റ്റ് കഴിഞ്ഞ ആഴ്ച കൂടെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് തന്നെ തമ്പനയിൽ നെക്സ്റ്റ് 22,300 എന്നാണ്. അപ്പോൾ 22,100 എന്നുള്ള ആ ഒരു ലോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിഫ്റ്റിയുടെ ആ ഒരു ചാർട്ട് നോക്കുമ്പോൾ, നമുക്കത് പിന്നീട് ചാർട്ടിലേക്ക് വരാം, ആ ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റി വീണ്ടും താഴത്തേക്ക് പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് സൂചനകൾ നൽകുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് മേജർ സപ്പോർട്ട് 21,800 ഈ 21,800 22,200 ഇടയിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ റണ്ണിങ് ആയതിനു ശേഷം ഒരു പക്ഷേ 21,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 21,300 നെക്സ്റ്റ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ടുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്താലും 46,900 47,000 ആ ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്താണ് മാർക്കറ്റ് ഇത്രത്തോളം ഫാളായിക്കൊണ്ടിരിക്കുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ മതിയാവും. ഇപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഫാളാവുന്നത്? ഒന്ന്, ട്രേഡിംഗ് യുദ്ധം, അതായത് താരിഫ് ഇൻക്രീസ് ആയതുമായുള്ള ട്രേഡിംഗ് വാർ. സത്യത്തിൽ അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അത് നടന്നുകൊണ്ടിരുന്നതാണ്. ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരു വ്യാപാര യുദ്ധം തന്നെയാണ് ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ലോക മാർക്കറ്റുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറയുന്നതായിട്ട് നമുക്ക് അംഗീകരിക്കാം. രണ്ടാമത് യു എസ് ഡോളർ എന്താണ് കുറയുന്നത്? ഇപ്പോൾ 110 ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും 107 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ US ഡോളർ ഇൻഡെക്സ് എന്താണ് കുറയുന്നത്? ട്രേഡിംഗ് വാർ അവസാനിച്ചു. ഇപ്പോൾ ഏകദേശം അത് ക്ലോസ് ചെയ്ത രൂപത്തിലാണല്ലോ ഉള്ളത്. ഒക്കെ ഏകദേശം തീരുമാനമായി. അപ്പോൾ ക്ലോസ് ചെയ്തു, മാർക്കറ്റ് കയറാൻ പോകുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് നമ്മൾ വിശ്വസിച്ച് മതിയാവൂ. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും, മാർക്കറ്റിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. മറ്റൊരു കാര്യം, ക്രിപ്റ്റോ കറൻസി അപ്പോൾ എന്താണ് കുറയുന്നത്? അത് നമുക്കെല്ലാവർക്കും വരുന്ന എല്ലാ ട്രേഡർമാർക്കും വരുന്ന സ്വാഭാവികമായൊരു സംശയമാണ്. ക്രിപ്റ്റോ കറൻസി എന്താണ് അപ്പോൾ കുറയുന്നത്? ഇപ്പോൾ 1,10,000 അടുത്ത് പോയിരുന്ന ക്രിപ്റ്റോ, അതായത് ബിറ്റ്കോയിൻ, ഇപ്പോൾ മിനിഞ്ഞാന്ന് 78,000 സംതിങ്ങിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് കുറയുന്നത്? ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവ് മോഡിലേക്ക് പോയി. അതുകൊണ്ട് അതിനെ ചുവടുപിടിച്ച് ബിറ്റ്കോയിനും പോയി എന്നതാണ് അതിന് വരുന്ന ഒരു ഡെഫിനിഷൻ, ഒരു ആൻസർ. അതും നമ്മൾ വിശ്വസിച്ചേ മതിയാവും. മറ്റൊന്ന്, ബോണ്ട് ഈൽഡ് കുറയുന്നു. ബോണ്ട് ഈൽഡ് ലേറ്റസ്റ്റ് 4.3 ആ ഒരു റേഞ്ചാണുള്ളത്. ബോണ്ട് ഈൽഡ് എന്താണ് കുറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ബോണ്ട് ഈൽഡ് കുറയുന്നു. അതാണ് അവിടെ വരുന്ന ഒരു ആൻസർ. അഞ്ചാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അപ്പോൾ എന്താണ് കുറയുന്നത്? ക്രൂഡ് ഓയിൽ ഇപ്പോൾ സത്യത്തിൽ ഒരു ശരിയായ ഒരു ട്രേഡിംഗ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മന്ദഗതിയിൽ ചെറിയ പോയിൻറ്റിനകത്ത് ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മൂവിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ കുറയാനുള്ള കാരണം ഗ്ലോബൽ മാർക്കറ്റുകൾ എല്ലാം തന്നെ മന്ദഗതിയിലേക്ക് വന്നു. അതുകൊണ്ട് ക്രൂഡ് ഓയിലും വന്നു. അതാണ് അവിടെ നമ്മൾ വിശ്വസിക്കേണ്ടത്. മറ്റൊന്ന്, ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് 100 ഇപ്പോൾ 2,830 വരെ വന്നു. ഓക്കെ, അപ്പോൾ ഈ 2,980 നിന്നാണ് ഈ 2,830 അടുത്തേക്ക് വന്നത്. ഏകദേശം ഒരു 10 നമ്മുടെ പവൻ വെച്ച് നോക്കുകയാണെങ്കിൽ 10,000 മുകളിൽ ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗോൾഡ്? ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ താഴ്ന്ന നിലയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും റിക്കവർ മോഡിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ആ ഒരു മോഡലാണ് ഗോൾഡ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വൈരുദ്ധ്യമായിട്ട് തോന്നാം, പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ.
ഒന്നിനെ ഒന്നുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റിയാക്ഷനും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതിൻ്റെ സാരം. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ്, അതായത് മാർച്ച് 3 നാളെ മുതൽ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, മാർക്കറ്റ് അപ്പ് സൈഡ് പോകുമോ ഡൗൺ സൈഡ് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, പ്രധാനപ്പെട്ട ഇവൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ലാസ്റ്റ് വീക്ക്, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലുണ്ടായ നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം 4 സെഷൻ ഉണ്ടായിരുന്നുള്ളൂ, 4 ദിവസങ്ങൾ മാത്രമേ നമുക്ക് ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് വീക്കിൽ സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനുണ്ടായിരുന്നത്, ഫ്രൈഡേ നമ്മുടെ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ ജി ഡി പി വന്നു 6.2. എക്സ്പെക്റ്റ് ചെയ്തത് 6.5, ഏകദേശം ഈക്വലായിട്ട് 6.2 വന്നതുകൊണ്ട് തന്നെ അതൊരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മോണിറ്ററി പോളിസി നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അതായത് 24-25 ഫസ്റ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്തത് 6.5 ആണെങ്കിലും 6.2 വന്നതുകൊണ്ട് തന്നെ ഈ 24-25 സാമ്പത്തിക വർഷത്തെ മൂന്നാമത്തെ GDP റിപ്പോർട്ട് 6.2 ആകുമ്പോൾ ഫൈനലി നെക്സ്റ്റ് GDP നമ്മൾ ഇതിലും കൂടുതൽ, അതായത് 6.2 എന്നുള്ളതിലും വെച്ചൊരു 6.4 6.5 വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് ഇതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത്തേത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ കണ്ടിന്യൂ ആയിട്ട് ബൈ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുകയാണ്. ഇത് നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ എന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും, കാരണം DIAs കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ തന്നെ 22,200 കോടി രൂപയോളം അവർ ബൈ ചെയ്തിരിക്കുന്നു. എന്നിട്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം 400 പോയിൻ്റോളമാണ് നിഫ്റ്റിയൊക്കെ ക്രാഷായിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ഫെബ്രുവരി മൊത്തം, ഈ മാസം കഴിഞ്ഞ ഫെബ്രുവരി മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ 64,850 കോടിയുടെ ബൈയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, ഇവർ ബൈ ചെയ്യാതിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി ഇന്ന് എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. DIAs കണ്ടിന്യൂ ആയിട്ട് ബൈ ചെയ്യുന്നു. അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്, നമുക്കത് എഴുതള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. നെഗറ്റീവ് പോസിറ്റീവ് ന്യൂസ് ഇത്രയേ ഉള്ളൂ, ഈ 2 ഈ 2 DIAസിൻ്റെ ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ അത് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവർ ബൈ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നത് കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്കിവിടെ അതിനൊരു പോസിറ്റീവായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇനി നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ FOIs താറുമാറായിട്ട് അവർ കണ്ടിന്യൂസ് സെൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റ് അങ്ങനെ ക്രാഷായി നിലം പരിശായാലും അവർക്ക് യാതൊരു മനക്കുലുക്കവുമില്ലാതെ, മനസ്താപവുമില്ലാതെ സെൽ ചെയ്തുകൊണ്ടേ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 22,000 കോടിയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഫെബ്രുവരി മൊത്തം നോക്കുകയാണെങ്കിൽ 58,960 കോടിയുടെ സെല്ലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം അവർ സെൽ ചെയ്തിട്ടും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇത്രത്തോളം ബൈ ചെയ്തിട്ടും മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം തന്നെയാണ്. മറ്റൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ട്രംപ് തന്നെയാണ്. ട്രംപിൻ്റെ ഓരോ ദിവസവും ട്രംപ് എന്താണ് പറയുന്നത് എന്ന് കാതുകൂർപ്പിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് പത്രമാധ്യമങ്ങൾക്കുള്ളത്. കാരണം എല്ലാവരും പറയുന്നത് ട്രംപ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാനാണ്. ആ ഒരു ബിസിനസ് മാനിന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എല്ലാം തന്നെ ആ ഒരു ബിസിനസ് കണ്ണോടുകൂടിയാണ് കാണുകയുള്ളൂ. ഒരു ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യം എന്താണ്? അയാൾ ബിസിനസ് ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. അയാളുടെ കണ്ണ് എപ്പോഴും ലാഭത്തിലേക്കാണ്, വരുമാനത്തിലേക്കാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ അനുഭവിക്കുന്നവർ, അത് കാരണം കൊണ്ട് ബാധിക്കപ്പെടുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇവിടെ ട്രംപിൻ്റെ ഈ താരിഫ് ഭീഷണി കാരണം കൊണ്ട് ബാധിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനാണ്. കാരണം മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് 25%
താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. മാർച്ച് 3 നാളെ മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. അതേപോലെ തന്നെ ചൈനയ്ക്ക് 10% ഏർപ്പെടുത്തിയിരുന്നു, അത് പ്രാബല്യത്തിൽ വന്നു. അതേപോലെ തന്നെ ഇന്ത്യക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് സെലൻസ്കിയുമായിട്ടുള്ള, അതായത് യുക്രൈൻ പ്രസിഡൻറ്റ് സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപിൻ്റെ ആ ഒരു ബിസിനസ് മാൻ എന്നുള്ളതിൻ്റെ പൂർണ്ണമായ രൂപം അവിടെ അയാൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് യുക്രൈനെ സഹായിച്ച, അമേരിക്ക സഹായിച്ചിരിക്കുന്ന സകല സഹായവും തിരിച്ച് ഞങ്ങൾക്ക് വേണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ യുക്രൈനെ സഹായിച്ച ആ സഹായങ്ങളെല്ലാം തന്നെ തിരിച്ച് എടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സെലൻസിക്കോ യുക്രൈനോ കഴിയാത്ത പക്ഷം അവിടെയുള്ള വിഭവങ്ങൾ, അതായത് അവിടെ കുഴിച്ചെടുത്താൽ എന്താണ് കിട്ടുക, മിനറൽ ഓയിൽസ്, അങ്ങനെ ഗോൾഡ്, അതുപോലുള്ള കാര്യങ്ങൾ എന്താണോ അവിടെ കിട്ടുന്നത് ആ ഖനികൾ മുഴുവൻ ഞങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് തരണം എന്നുള്ള ആ ഒരു ട്രംപിൻ്റെ ആ കൂടിക്കാഴ്ചയുള്ള ആ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ പറഞ്ഞപ്പോൾ ഒപ്പുവെക്കാതെ സെലൻസ്കി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇനി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നറിയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നാൽ അത് വീണ്ടും മാർക്കറ്റുകളെ സ്വാധീനിക്കും, മാർക്കറ്റുകൾ വീണ്ടും ഒരു ഭീഷണിയിലേക്ക് പോകും. ഓക്കെ, മറ്റൊന്ന് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഈ ഡോളറിൻ്റെ തന്നെയാണ്. ഡോളർ ഇൻഡെക്സ് 106, 107 ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോണ്ട് yield 4.3 ആയി ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ US വിക്സ് വോളറ്റൈൽ ഇൻഡെക്സ് 21% ഉള്ളത്. അതേസമയം ഇന്ത്യയുടെ വോളറ്റൈൽ ഇൻഡെക്സ് വന്നിട്ട് കേവലം 13 പോയിൻറ്റിലാണ്, 13% ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യ വിക്സ് എപ്പോഴെല്ലാം കുറയുന്നു അപ്പോഴെല്ലാം മാർക്കറ്റ് കയറിയിട്ടുള്ളതായിട്ടാണ് നമ്മൾ പഠിച്ചതും നമ്മൾ കണ്ടതും നമ്മൾ അതിനനുസരിച്ചാണ് നീങ്ങിയതും. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ത്യ വിക്സ് ഇപ്പോൾ 13, 12 ആ റേഞ്ചിലാണ് ഉള്ളതെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വല്ലാത്തൊരു വിരോധാഭാസം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് വീക്ക് നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് വരുന്ന ആഴ്ചയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഇനി വരുന്ന, അതായത് നാളെ മുതൽക്ക് തുടങ്ങുന്ന ആഴ്ചയിൽ കാര്യമായ ആഭ്യന്തര സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ ഈ താരിഫുകളെ ചുറ്റിപ്പറ്റിയും അതേപോലെ ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ, അതേപോലെ FIIസിൻ്റെ ആ ബയ്യിങ് ട്രെൻഡുകളോ അതോ സെല്ലിംഗ് ട്രെൻഡുകളോ തുടങ്ങിയ ഈ ആഗോള ഘടകങ്ങൾ ഫോക്കസ് ചെയ്തായിരിക്കും ഡൊമസ്റ്റിക് ഇൻഡെക്സുകളുടെ പ്രകടനം ഉണ്ടാവുക. അതേപോലെ തന്നെ വാഹന വിൽപ്പനയും PMI കണക്കുകളും ഉൾപ്പെടെ ഉയർന്ന ഫ്രീക്വൻസി ഡാറ്റയും ട്രാക്ക് ചെയ്തായിരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സ് നീങ്ങുക. അപ്പോൾ ഇതെല്ലാം തന്നെ വരും ആഴ്ച ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത ആഴ്ചയുള്ള പ്രധാന ഇവൻറ്റ്സുകളിൽ നാളെ മാർച്ച് 3 രാവിലെ 7:15 ചൈനയുടെ മാനുഫാക്ചറിങ് PMI ഡാറ്റ വരുന്നുണ്ട്. അന്ന് തന്നെ 3:30, അതായത് നാളെ 3:30 EA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അത് 2.5 ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, 2.4 ആണ്. അതായത് നാളെ വൈകുന്നേരം രാത്രി 8:30 USA മാനുഫാക്ചറിങ് PMI ഡാറ്റ വരുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ചയില്ല, വെനസ്ഡേ ബുധനാഴ്ച മാർച്ച് 5 8:30 PM USA ISM സർവീസസ് PMI ഡാറ്റ വരുന്നുണ്ട്. അടുത്തത് വ്യാഴാഴ്ച 6 6:45 PM ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ശേഷം വെള്ളിയാഴ്ച മാർച്ച് 7 7 PM USA നോൺ ഫാം പേറോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. അന്ന് രാത്രി തന്നെ 11 PM USA ഫെഡ് ചെയർപേഴ്സണായ ജെറോം പവലിൻ്റെ സ്പീച്ചുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇത് മന്ത്ലി ടൈം ഫ്രെയിമാണ്. നോക്കും, മന്ത്ലി ടൈം ഫ്രെയിമിൽ 1, 2, 3, 4, 5 കണ്ടിന്യൂ ആയിട്ട് 5 മാസം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും, ഇപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടെ നിന്നും ഒരു ലൈൻ പിടിച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനിനും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,820 ആണ്. 21,820 നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. 21,800 ആണ് ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നത്.
നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട്, അതായത് അവിടെ നിന്നും വിട്ട് കഴിഞ്ഞാൽ 21,137 പക്ഷേ അതിന് മുൻപ് തന്നെ ഇവിടെ 2 മാസം കണ്ടനിയായിട്ടൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന് 21,500, അതിനും താഴെ അല്പം ഇതിൽ വെക്കുകയാണെങ്കിൽ 21,300. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് വരുന്നത്. അതിനും താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് 21,100. ഇവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് ഒരു ബൗൺസ് റിക്കവറി ഉണ്ടാവുക എന്നും നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഇവിടെ നിന്നും ഇപ്പോൾ 21,800 ശേഷവും 21,800 വരെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഏത് രീതിയിലാണോ പോസിറ്റീവ് ഘടകങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒന്നും നോക്കില്ല, അപ്പ് സൈഡിലേക്ക് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഇതാണ് 21,820. അതിനും താഴെ വീഴുകയാണെങ്കിൽ 21,100. ഓക്കെ, ഈ റേഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നല്ല ഫാളാണ് സംഭവിച്ചത്. ഈ ഒരു ക്രാഷ് ഇലക്ഷന് മുമ്പുണ്ടായിരുന്നതാണ്. ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ആ ഒരു റേഞ്ച് വരെ വരാനായിരിക്കും സാധ്യത. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയാണ് 21,800 എന്നുള്ളൊരു ലെവല് കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ 21,800-ഉം 22,200-നും ഇടയിൽ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാർക്കറ്റ് ട്രേഡ് ആയതിനു ശേഷമായിരിക്കും ഒന്നുമില്ലെങ്കിൽ മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ താഴേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. നാളെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. 22,050 നമുക്കൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ളത്. ഇത് 22,050 എന്നുള്ളത് നമ്മളൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. നമുക്കൊരു ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത് എന്നുള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് എന്തും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സെബിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് 22,050 സപ്പോർട്ടും 22,000 നമുക്ക് ഈ ഒരു സിംഗിൽ നിന്ന് നോക്കാം 22,300 റെസിസ്റ്റൻസും. 1 അവറിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസായിട്ട് 22,450 1 അവർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് 48,080 ഒരു സപ്പോർട്ട്. റെസിസ്റ്റൻസ് 15 മിനിറ്റ്സിൽ 48,570. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ 48,750 സപ്പോർട്ട് 1 അവറിലില്ല, പറയുന്നില്ല. സെൻസെക്സിലേക്ക് വരുമ്പോൾ 73,000 ആണ് നമ്മുടെ സപ്പോർട്ട്. റെസിസ്റ്റൻസ് 73,660. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് 74,290. ഓക്കെ, 1 അവറിൽ സപ്പോർട്ട് പറയുന്നില്ല. ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ 3 ഇൻഡെക്സുകളും ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കി വരയ്ക്കുക. അത് ബ്രേക്ക് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് റിട്ടേൺ ആവുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.